സുജാത മാഡത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു അധ്യാപികയുടെ ശരാശരി ജീവിതം ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഊഹം നമുക്കുണ്ടാവും. ഒരു അഭിഭാഷകയുടെ ജീവിതം ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന് പറയും. എന്നാൽ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തകരുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പോലെ ആവില്ല നാളെ, നാളത്തെ പോലെ ആവില്ല മറ്റന്നാള്. മൊത്തത്തിൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓഡിയൻസിനും തീർച്ചയായും കേൾക്കാൻ ആഗ്രഹമുള്ളതായിരിക്കും. എങ്ങനെയായിരിക്കും ഒരു ശരാശരി രാഷ്ട്രീയ പ്രവർത്തകയുടെ ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ചിലരൊക്കെ ധരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തകർ നേരം വെളുത്തെണ്ണീച്ച് രാവിലെ അങ്ങ് പ്രസംഗിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോവാണെന്നാണല്ലോ ധരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇപ്പോൾ ബിന്ദു ആയാലും ചേച്ചി ആയാലും മഞ്ജനായാലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കുക. കാരണം നമ്മൾ രാവിലെ എണീറ്റ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലെ മുതൽ ആൾ വരില്ലേ, ഈ വരുന്ന ആളുകളോടെല്ലാം തന്നെ വളരെ സ്നേഹത്തോടെ സംസാരിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ വീട്ടുകാർക്കൊരു പങ്കുണ്ടല്ലോ. ഞാൻ പറയും, ഇപ്പോൾ അച്ഛനൊക്കെ തന്നിട്ടുള്ള വളരെ കർശനമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു ചെറുതിലെ തന്നെ. അതായത് ഒരു വീട്ടിലോട്ട് ആളുകൾ വന്നാൽ അവരോട് മര്യാദയ്ക്ക് പെരുമാറണം, സ്നേഹത്തോടെ ആയിരിക്കണം അവരെ പരിചരിക്കേണ്ടത്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ അഴിമതി കാണിക്കാൻ പാടില്ല, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സത്യസന്ധമായി ഇരിക്കണം, നിങ്ങൾ വഹിക്കുന്ന ചുമതലകളൊക്കെ വളരെ നന്നായി തന്നെ കൊണ്ടുപോകാൻ പരിശ്രമിക്കണം, അതിനകത്ത് ഒരു വീഴ്ചയും വരാൻ പാടില്ല. ആ വാക്ക് ഈ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണെങ്കിലും അതൊക്കെ പാലിച്ചുകൊണ്ട് പോകാൻ ഞങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യും, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. അതിനിടയിലായിരിക്കും ഈ ഒരുപാട് പരിപാടികൾ വരുന്നത്. ആ പരിപാടികളെല്ലാം വളരെ നന്നായി ഞങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററാണ്, മറ്റ് 2-3 സംഘടനയുടെ ചുമതല വഹിക്കുന്നു. ഇപ്പോൾ പാലിയേറ്റീവ് നഴ്സുമാരുടെ സംഘടനയുടെ പ്രസിഡൻ്റാണ്, ബ്യൂട്ടീഷ്യന്മാരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, കുറേ ചുമതലകളുണ്ട്. CITU മഹിളയും രംഗത്ത് ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. അപ്പം ഞാൻ ബന്ധപ്പെടുന്ന ഈ സ്ത്രീകളെന്നൊക്കെ പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ്. അംഗൻവാടിക്കാർ, ആശാക്കാർ, പാചകത്തൊഴിലാളികൾ, ഈ പറഞ്ഞ പോലെ പാലിയേറ്റീവ് നഴ്സുമാർ, കശുവണ്ടി തൊഴിലാളികൾ, ഇവരുടെ എല്ലാം ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരുടെ ഈ സങ്കടങ്ങളെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരുന്നു. അതിന് പരിമിതികൾക്കകത്തുന്നുണ്ട്, അതിന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിനിടെ ഒരു കാര്യങ്ങൾക്കും വീഴ്ച വരുത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. അതല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും. മനോഹരമായി പറഞ്ഞ ആസ്വദിച്ച് കേട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾ വീഴ്ച വരുത്താതെ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്കുണ്ട്, സങ്കടങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും, അതല്ലേ ഇതിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ദിവസം രാത്രി, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്, ഒരു ദിവസം രാത്രിയിൽ ഒരു കുട്ടി വിളിച്ചിട്ട് പറയുന്നത് അതിൻ്റെ അച്ഛന് ആക്സിഡൻ്റ് ഉണ്ടായി, അതിൻ്റെ ബന്ധുക്കളെല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ഫോൺ ഓരോരുത്തരുടെയും കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊല്ലത്തിനിപ്പുറത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എൻ്റെ നമ്പർ എങ്ങനെ തപ്പിപ്പിടിച്ച് വിളിക്കുക. അപ്പോൾ രാത്രിയില്ല, ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഈ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെ എടപ്പള്ളിക്കോട്ടയായി, ഞങ്ങൾ കരുനാഗപ്പള്ളിയായി, ഞങ്ങൾ ഇന്നടത്തായി. ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരുന്നതും വരെ ഞാനെന്ന പൊതുപ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തക ഇങ്ങനെ ഉറക്കം മുളച്ച് നമ്മളിരിക്കുക. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും വരുന്ന സമയത്തേക്ക് നമ്മളെല്ലാ കാര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് എല്ലാം ചെയ്ത്, ഞാനൊരു എക്സാമ്പിൾ പറയും, ഇങ്ങനെ 100 ഉദാഹരണങ്ങളുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും. പലരും രാത്രി രാഷ്ട്രീയ പ്രവർത്തകരെ എന്തെല്ലാം കുറ്റം പറയുമ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഏത് സമയവും വിളിക്കും, ഫോൺ എടുക്കാറില്ലേ? എടുക്കാത്തവർ ചിലപ്പോൾ ഉണ്ടാവാം. ഞങ്ങളെപ്പോലെയൊക്കെയുള്ളവർ കൃത്യമായി ഫോൺ എടുക്കുകയും അത് പലപ്പോഴും അത് എല്ലാവർക്കും അങ്ങനെ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരം സേവനങ്ങളൊക്കെ വളരെ ആദരവോടെ തന്നെ സമൂഹം കാണണമെന്ന് പക്ഷക്കാരിയാണ് ഞാൻ. അടച്ച് രാഷ്ട്രീയക്കാരെ ആക്ഷേപിക്കാറുണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ല. ഒരുപാട് പ്രയാസങ്ങൾക്കൊക്കെ നടുവിലും ഇതെല്ലാം ശ്രദ്ധിച്ചു പോകുന്നവരാണ് നമ്മുടെ നാട്ടിലത്തെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ടോപ്പ് 3 സ്റ്റേറ്റ്സിലൊന്നാണ് നമ്മുടെ. പക്ഷേ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ എപ്പോഴേക്കോ സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി അങ്ങ് കുറഞ്ഞു പോകുന്നു. അതിൽ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ പെൺകുട്ടികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അതെ. പിന്നെ തീരുമാനമെടുക്കുന്ന വേദി പറയുമ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം 2 സ്ത്രീകളെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു നേരത്തെ പഞ്ചായത്തുകളിലൊക്കെ. അത് മാറി ആദ്യമായി സ്ത്രീകൾക്ക് സംവരണം നൽകിയത് ഡിസ്ട്രിക്ട് കൗൺസിലാണ്. CK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന ഡിസ്ട്രിക്ട് കൗൺസിൽ. ശരിക്കും ഞാൻ ആ ഡിസ്ട്രിക്ട് കൗൺസിലിൽ ആലപ്പുഴ ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്നു അന്നത്തെ. ആദ്യമായി സ്ത്രീകൾക്ക് 90-ലെ ഇലക്ഷൻ, അത് 91 ആയപ്പോഴത്തേനും കരുണാകരൻ സാർ അത് പിരിച്ചുവിട്ടു. ആ കൗൺസില് വളരെ വിപുലമായ അധികാരങ്ങളുണ്ടായിരുന്ന
ഡിസ്ട്രിക്ട് കൗൺസിൽ, ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് പോലെയൊന്നുമല്ല, ഡിസ്ട്രിക്ട് കൗൺസിലിൽ ജില്ലാ ഗവൺമെൻറ് തന്നെയായിരുന്നു. അപ്പോൾ അന്നത്തെ ഡിസ്ട്രിക്ട് കൗൺസിലാണ് ആദ്യമായി സ്ത്രീകൾ വരുന്നത്. പിന്നെ 95-ലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 33% സ്ത്രീകൾക്ക് സംവരണം വരുന്നു. എന്നെ സംബന്ധിച്ച് അതിലും എനിക്കൊരു അവസരം കിട്ടി. ആദ്യത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, കേരളത്തിലെ തന്നെ പ്രായംകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒന്നായിരുന്നു ഞാനന്ന് 95-ൽ. ജനറൽ സീറ്റിലൊക്കെയാണ് അത് മത്സരിച്ച് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. അന്ന് നമ്മൾ നോക്കുമ്പോൾ 33% ആയിരുന്നെങ്കിൽ ഒരു 10-32% വരുന്ന സ്ത്രീകൾ ഭരണരംഗത്തേക്ക് വന്നു. ഇതിപ്പോൾ 2018 ആയപ്പോൾ 54% സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരായി വന്നിരിക്കുന്നു. അത് ജനറൽ സീറ്റുകളിൽ മത്സരിച്ച് സ്ത്രീകൾ ഈ ചുമതലകളിലേക്ക് വരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് തീരുമാനമെടുക്കുന്ന വേദികളിൽ അസംബ്ലിയിലും പാർലമെന്റിലും ഇപ്പോഴും വനിതകൾക്ക് 33% സംവരണം എന്നുള്ളത് ഒരു മരീചികയായി നിൽക്കുന്നു അല്ലേ. ഇപ്പോഴും പറയുന്നത് അവിടോട്ട് സ്ത്രീകൾ വരണ്ട, നിങ്ങൾ ഇത്രയും മതി, പഞ്ചായത്ത് വരെയൊക്കെ കൊള്ളാം അല്ലേ, അതിനപ്പുറത്തോട്ട് വരണ്ട, അത് ഞങ്ങളെല്ലാം നോക്കിക്കോളാം. അത് നമ്മുടെ അവകാശം, ആരുടെ ഔദാര്യമല്ല. അത് ഈ സമൂഹം ആ കാര്യത്തിൽ നല്ലൊരു റോൾ എടുക്കണം. അതെ, അത് ശരിക്കും അത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞ UPA ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ NDA ഗവൺമെന്റ് ആയാലും ആ കാര്യത്തിൽ ഈ രാജ്യത്തെ സ്ത്രീകളോട് കടുത്ത അനീതിയാണ്. വുമൻസ് റിസർവേഷൻ ബില്ലിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാവാനായിട്ട് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒട്ടുമിക്ക കേസുകളിലും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നല്ല കഴിവും കാഴ്ചപ്പാടും കാര്യവിവരമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള സ്ത്രീകളുടെ എണ്ണം ഒട്ടും കുറവല്ല. തീർച്ചയായും പറഞ്ഞു. ഹയർ സെക്കൻഡറി, ഡിഗ്രി, പോസ്റ്റ് ഡിഗ്രി, PhD ഇതൊക്കെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള സംസ്ഥാനം നമ്മുടെയാണ്. അപ്പൊ കാര്യവിവരം അല്ല അതിൻ്റെ പുറന്നോട്ട് വലിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇവർ നേരത്തെ പറഞ്ഞ മുലക്കരത്തിൻ്റെ എപ്പിസോഡ് ആദ്യമായിട്ട് തിരുക്കൊച്ചി അസംബ്ലി ഒരു അസംബ്ലിയിലും ആരും പറഞ്ഞിട്ടില്ല. നിയമസഭയിൽ പറഞ്ഞ വനിത ഞാനാണ്. അതിന് എന്നെ ഡെസ്പൈസ് ചെയ്യാൻ, എന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ വിമർശിക്കാൻ കൂടുതലും മുന്നോട്ട് വന്നത് യാഥാസ്ഥിതികരായിട്ടുള്ള സ്ത്രീകളാണ്. എന്നാലും അത് പറയണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പറയുന്നത് പറഞ്ഞു തീരും. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്ത് അപകടം, ഇന്നലെ ഞാൻ പറഞ്ഞ് 3-4 മണിക്കൂറിനകം യാഥാസ്ഥിതിക ഹിന്ദുക്കൾ എൻ്റെ കോലം ഒരു പ്രത്യേക സ്ഥലത്ത് കത്തിച്ചു ആ പ്രസംഗം കഴിഞ്ഞിട്ട്. പിറ്റേന്ന് രാവിലെ എൻ്റെ വീട് വളഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അസംബ്ലിയിൽ പോയി, പാവം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയേ ഉള്ളൂ. അവരാണെങ്കിൽ പിന്നെ ബോൺ റവല്യൂഷണറിയാണ്, അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ആ ഒരു കാര്യം വൈറലായി, എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. കേരളത്തിൽ ഈ മുലക്കരം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകൾ, ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച ഒരു ആർട്ടിസ്റ്റിന്റെ ആ വലിയ പ്രദർശനം ഞാൻ കണ്ടിട്ടുണ്ട്. നങ്ങേലിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ അദ്ദേഹം മുഴുവൻ എണ്ണച്ചായ ചിത്രങ്ങൾ വരച്ച് എന്നെ വരുത്തിയത് കാണിച്ചിട്ടുണ്ട്, മുരളി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പൊ അതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. അപ്പൊ അത് മൂടി വെക്കാൻ ആരാ ശ്രമിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ റവല്യൂഷൻ തുടങ്ങുന്നത് സ്ത്രീകളാണ്. ആദ്യത്തെ സമരം അങ്ങ് തുടങ്ങി. ടെക്സ്റ്റൈൽ വർക്കേഴ്സ് വെളിയിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ രാഷ്ട്രീയക്കാർ നേതാക്കൾ പറഞ്ഞു വന്ന് ഞങ്ങളെ സഹായിക്കാം. 2 ആഴ്ചയ്ക്കോ 3 ആഴ്ചയ്ക്കോ കഴിഞ്ഞപ്പോൾ റഷ്യൻ ചക്രവർത്തി അബ്ഡിക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് ട്രോട്സ്കി തന്നെ വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ ദിവസം അന്താരാഷ്ട്ര വനിതാ ദിവസം മാർച്ച് 8-ന് അവധി ആദ്യം പ്രഖ്യാപിക്കുകയും 65 തൊട്ട് കൃത്യമായി ആ അവധി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. അന്ന് USSR എന്ന് പറയുന്നത് നമ്മളൊരു റഷ്യ അല്ല, അത് കുറച്ച് ഡിസഗ്നേറ്റ് അവിടെ അതിപ്പോഴും അവരതിനെപ്പറ്റി പ്രൊസീഡിയർ ഒരു വലിയ ഇതൊക്കെ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്, അതിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ പുറന്നോട്ട് വലിക്കുന്നത്. എനിക്ക് വയ്യ, അത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ. ഒരുപാട് പേരെ ഞാൻ വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനായിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന വീട്ടിനടുത്തുള്ള കുറച്ച് സ്ത്രീകളോട് പറഞ്ഞു, ഒരു പ്രകടനമുണ്ട്, എല്ലാവരും അപ്പോൾ അതിൽ പങ്കെടുക്കണം. സാധാരണ ഞങ്ങൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെയാണ് ഒരു മീറ്റിംഗ് കമ്മിറ്റിയൊക്കെ കൂടുന്നത്. അതയ്യോ ചേച്ചി മാഡം തൊഴിലുറപ്പുണ്ട്, അവിടെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാനെന്തിനു പറയണം, നിങ്ങൾ പറയണം, ഞാനല്ലല്ലോ തൊഴിലുറപ്പിൽ അവിടെ വന്ന് മേറ്റായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ട് വരണം. അതില്ല, അല്ലെങ്കിൽ പോകാതിരിക്കണം, അത് പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു അടിയന്തരം വന്നു പോയാൽ എന്ത് ചെയ്യും? ഒരു കല്യാണം വരുന്നു, ഒരു മരണം വരുന്നു, ഒരാൾ പെട്ടെന്ന് സുഖമില്ലാതെ ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയേ തീരൂ, ഒരു ഉത്സവം കുറച്ച് ദൂരെ, അന്നൊരു സന്ദർശനം നടത്തിയേ പറ്റൂ, എന്ത് ചെയ്യും? ഞങ്ങൾ പോവാതിരിക്കും. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ കാര്യമാണ്, അങ്ങനെ വിചാരിക്കുന്നവർ വന്നാൽ മതി. സാധാരണ കമ്മിറ്റിക്ക് വരുന്നതിനേക്കാളും വലിയ സ്ട്രെങ്ത് ആയിരുന്നു പിറ്റേ ദിവസം.
കുറച്ച് ദൂരെയായിരുന്നു പോകുന്നത്. വാനിൽ കയറാൻ വന്നവരുടെ എണ്ണം വരുന്ന സാധാരണ കമ്മിറ്റിക്ക് വരുന്നതിൻ്റെ 1.5 മടങ്ങുണ്ടായിരുന്നു. മാഡം പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ പലപ്പോഴും എല്ലാ മേഖലയിലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒന്നാണ് സ്ത്രീകളുടെ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഒരു താല്പര്യക്കുറവ് കാണിക്കുന്ന പല അവസരങ്ങളും സ്ത്രീകൾ തന്നെയാണെന്ന്. എപ്പോഴെങ്കിലും നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ സ്ത്രീകൾ തന്നെ തടസ്സമായി നിൽക്കുന്നു എന്ന് തോന്നുന്നു. ഒരു വ്യക്തി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ചില സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകൾ, ചില ഇടപെടലുകൾ ഒരു തടസ്സമായി തോന്നിയിട്ടുണ്ടോ? സ്വതന്ത്രമായ സ്ത്രീപക്ഷ നിലപാടെന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ ഇത് പുരുഷനെതിരായിട്ടുള്ള ഒരു നിലപാടല്ല. ഒരു ഘട്ടത്തിൽ പോലും ഈ പരിപാടിയിൽ എവിടെയും നമ്മൾ അങ്ങനെ ഒരു നിലപാടേ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും പലരും പറയാറുണ്ട് തീവ്ര സ്ത്രീപക്ഷ നിലപാട് എന്തിനെടുക്കുന്നു. ഒരിക്കലും എടുക്കാറില്ല. ഇപ്പം ഞങ്ങളടക്കമുള്ള നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഇങ്ങനൊരു എംപവേർഡ് വിമൻ ഉണ്ടല്ലോ, അത് മാറ്റി നിർത്തി ഈ സംസ്ഥാനത്തെ മുഴുവൻ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഈ ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും ജന്മാവകാശമായി പകുതി അവകാശം. നമ്മൾ ജനിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നേരവകാശികളായി പിറക്കുന്നു. പക്ഷെ പിന്നെ എവിടെയോ നമുക്കത് നിഷേധിക്കപ്പെടുന്നു. ആ നിഷേധം ഒഴിവായി ആരോടും ചോദിക്കാതെ ആരുടെയും ഔദാര്യമല്ലാതെ മുഴുവൻ സ്ത്രീകൾക്കും അവകാശം പൂർണ്ണമാവുന്ന സമയത്ത് പിന്നീട് നമ്മൾ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. അതിനുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ സ്ത്രീപക്ഷം പറയുന്നത്. ഈ സമയത്ത് പലപ്പോഴും നമ്മളെയൊക്കെ പിന്നോട്ടടിക്കുന്നതിൽ ബാഹ്യമായോ ആന്തരികമായോ നിലപാടെടുക്കുന്നത് ഒരു പരിധിവരെ സ്ത്രീകളാണ്. അത് ബുദ്ധിമാന്മാരായ ഈ സ്ത്രീകൾ അങ്ങോട്ട് കടന്നു വന്നാൽ സ്ഥാനം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ, അല്ലാതെ ലോകത്തെല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം. നമ്മളെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ അകമഴിഞ്ഞ് സഹായിക്കുകയും പിന്തുണയ്ക്കും. വിശേഷിച്ചും ഈ സ്റ്റുഡൻസ് പൊളിറ്റിക്സിലൂടെ വന്ന ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നും ഒരിക്കലും ഒരു പുരുഷനെതിരായിട്ട് പറഞ്ഞുകൂടാ. കാരണം ആരെന്നറിയാത്ത എന്തെന്നറിയാത്ത പ്രസ്ഥാനത്തിൻ്റെ പേരിൽ മാത്രം അപ്പം കണ്ട് പരിചയമുള്ള ആളുകളാണ് സ്വന്തം സഹോദരങ്ങളെ പോലെ ഇക്കണ്ട കാലം അത്രയും ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ഒരിക്കൽ പോലും അഭിമാനത്തോടെ അല്ലാതെ നിൽക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതെ നല്ല രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കി തന്നത്. പക്ഷെ അത് പറയുമ്പോഴും സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടാണ് എതിര് പറയിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ഒരു വിഷയത്തിലെടുക്കുന്നത്, നമ്മളെപ്പോഴും ഇഷ്യൂ ബേസ്ഡ് ആണല്ലോ, ഒരു വിഷയത്തിലെടുക്കുന്ന ആ വിഷയത്തിൽ സ്ത്രീപക്ഷത്തായാലും ന്യായത്തിൻ്റെ പക്ഷത്തായാലും, സ്ത്രീപക്ഷം എന്ന് പറഞ്ഞാൽ ന്യായത്തിൻ്റെ പക്ഷത്ത് നിലപാടെടുക്കുക. പറഞ്ഞ് ശരിയല്ല. നേരത്തെ ജമിനി ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറയാൻ പാടില്ല എന്ന് പറയിപ്പിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് സമൂഹത്തിന്റെ. സ്ത്രീകൾ മുന്നോട്ട് വരും. സ്ത്രീകൾ അറിയുന്നില്ല അവരുടെ അവകാശവും അവരുടെ അവസരമാണ് ഇത്തരം പ്രചരണങ്ങളിലൂടെ ഇല്ലാതാകുന്നത്. ഇപ്പം ഞാനോ അഞ്ജനിയോ സുജാ ചേച്ചിയോ ജമിനി ചേച്ചിയോ മുത്തുമണിയോ നമ്മൾ ആരെങ്കിലും ഒക്കെ ചെന്നാൽ ഒരു പക്ഷേ നമുക്ക് അവസരം കിട്ടുമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആഗ്രഹിക്കുന്ന നമുക്ക് മാത്രം അവസരം പോരാ, എല്ലാവർക്കും വേണം. അത് അവരുടെ അവസരം, അവരുടെ മക്കളുടെ അവസരം, നാളെ ഈ മണ്ണിൽ ജനിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് സ്വന്തമായി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ നിലപാടെടുക്കുന്നതെന്ന് കരുതാതെ ഈ സ്ത്രീകൾ ഇത് ചെയ്ത ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയിപ്പിക്കുന്ന അവസരങ്ങളുണ്ട്. അല്ല വ്യക്തിപരമായി അങ്ങനെ വലിയ എതിർപ്പുകളൊന്നും രാഷ്ട്രീയ യാത്രയിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതേ ഉണ്ടായിട്ടുള്ളൂ. വ്യക്തിപരമായി എതിർപ്പുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഒരു പെൺകുട്ടി വളരെ കാര്യമായിട്ട് കർക്കശമായിട്ട് കാര്യങ്ങൾ പഠിച്ച് എടുത്ത് ഷാർപ്പായിട്ട് മുമ്പോട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അവളെ എളുപ്പത്തിൽ വഴിയിൽ മാറ്റാൻ പറ്റുന്നത് സ്വഭാവ ദൂഷ്യം. പക്ഷെ അതിൽ വീണു പോകരുത്. ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, ആ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരുന്നത്. അത് വളരെ ബോധപൂർവമായി പ്രചരിപ്പിക്കുന്നുണ്ട്. സ്ത്രീയുടെ ശത്രു സ്ത്രീയാണെന്നുള്ള ഒരു വ്യാപകമായ പ്രചരണം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുണ്ട്. അവരുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രം അത് ഒരു സ്ത്രീ നമ്മൾ മറന്നു പോകുന്നു. ഒരു കാലത്ത് ഈ കുടുംബത്തിന്റെ ആധിപത്യം പുരുഷന്മാരൊരിക്കലും പുരുഷന്മാർക്കെതിരെ പറയില്ല. പുരുഷന്മാരൊരിക്കലും പുരുഷന്മാർക്കെതിരെ പറയാറില്ല. അല്ല അഥവാ പറഞ്ഞാലും വൈകുന്നേരം കൈ കൊടുത്ത് ഒരു ചായ അടിച്ചല്ല അവരല്ല ഒരുമിച്ച്. സുജാത മാഡം പറയുന്നത് സ്ത്രീയാണ് സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്നതിന്റെ പുറകിലും ഒരു അജണ്ടയുണ്ട്. പിറകിലൊരു അജണ്ടയുണ്ട്. അതിൽ വീണു പോകണു. മെയിൽ ഡ്രിവൺ അജണ്ട. ഒരു ഉദാഹരണം, നമ്മളൊരു സുരക്ഷിതനായിട്ട് മാറി നിൽക്കുന്നു, സ്ത്രീയാണ് തലമുറയെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്ന്. അല്ലെ? അതിൽ പല വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈവൻ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ പോലും നമ്മൾ സ്ത്രീകളായി നിൽക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായി തമ്മിലടിപ്പിക്കും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തം നമ്മളെല്ലാം അതിനപ്പുറം നിൽക്കുന്നില്ലേ നിലപാടുകൾ? ആത്യന്തികമായി നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി പുരുഷ കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറന്നു പോകുന്നു. ഒരു കാലത്ത് നമ്മളായിരുന്നു കുടുംബത്തിന്റെ ആധിപത്യം, ഇല്ലേ? ഇന്ന് പിന്നെ ഞാൻ അത് കേരളത്തിൽ മാത്രം, കേരളത്തിലും ചില സമുദായങ്ങളുടെ ഇടയിലും, രണ്ട് സമുദായങ്ങളുടെ ഇടയിലും മാത്രം.
ബാക്കി ഒരിടത്തും അത് അങ്ങനെ ആയിരുന്നില്ല. ഡോമിനേറ്റഡ് തന്നെയായിരുന്നു ദേവി essentially. അല്ല പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണ്, ദേവിയായിട്ട് ആരാധിച്ച് അവിടെ അങ്ങ് ഇരുന്നാ പോരെ ആ, അതെ. എന്ന് പറയുന്നത് അടക്കം. നമ്മളോട് ദേവിയായിട്ട് ചെല്ലുന്നത് ആരാധിക്കാൻ സ്നേഹവും പോകാനൊന്നും അല്ല, ഇല്ല. പക്ഷെ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം സ്ത്രീക്കാണ് അല്ല, എന്നുള്ളത് നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, നിങ്ങളെ പഠിപ്പിക്കാൻ, സ്ത്രീ നിങ്ങളെ സ്വാതന്ത്ര്യം വിവാഹിക്കാൻ, നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ, അത് നിങ്ങൾക്ക് തന്നെയാണ്. വേണ്ടുന്നതെല്ലാം ഞങ്ങൾ പിള്ളേരെ നോക്കി നിങ്ങൾ എന്തിനാ ഈ സമരം ചെയ്യുന്നത്? നിങ്ങൾ ബുദ്ധിമുട്ടാണ്. ശബ്ദം ഉയർത്തുന്നത് എന്തിനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നത്? നിങ്ങൾ അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഒക്കെ ഇരിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു തരാം. അത് അനുഭവിച്ചാൽ മാത്രം പോരെ എന്നാണ് അവരുടെ പുതിയ- ചോദ്യം. ആ, അതെ.